രാധാകൃപാകടാക്ഷസ്തോത്ര ദൈവത്തോടു കൂടിയാണ് ഓരോ ദിവസവും യജ്ഞം ആരംഭിക്കുക. ജയ ജയ ശ്രീരാധേശ്യാം ശ്രീരാധാകൃപാകടാക്ഷസ്തോത്രം. മുനീന്ദ്രവൃന്ദവന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്നവക്ത്രപങ്കജേ നികുഞ്ജഭൂവിലാസിനി വ്രജേന്ദ്രഭാനുനന്ദിനി വ്രജേന്ദ്രസൂനുസംഗതേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അശോകവൃക്ഷവല്ലരീ വിധാനമണ്ഡപസ്ഥിതേ പ്രവാളജ്വാലപല്ലവ പ്രഭാരുണാംഘ്രികോമളേ വരാഭയൽ സ്ഫുരൽകരേ പ്രഭൂതസമ്പദാലയേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അനന്തരംഗമംഗളപ്രസംഗഭംഗുരഭ്രുവാം സുവിഭ്രമം സസംഭ്രമം ദൃഗന്ധബാണപാദമയീ നിരന്തരം വശീകൃത പ്രതീകനന്ദനന്ദനേ തഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. തടിൽ സുവർണചമ്പക പ്രദീപ്ത ഗൗരവിഗ്രഹേ മുഖപ്രഭാപരാസ്തകോടിശാരദേന്ദുമണ്ഡലേ വിചിത്രചിത്രസഞ്ചരച്ചകോരശാവലോചനെ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. മധുർമദാദിയൗവനെ പ്രമോദമാനമണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ കലാവിലാസപണ്ഡിതേ അനന്യധന്യകുഞ്ജരാജകാമകേളികോവിദേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അശേഷഹാവഭാവധീരഹീരഹാരഭൂഷിതേ പ്രഭൂതശാതകുംഭകുംഭകുംഭികുംഭസുസ്തനീ പ്രശസ്തമന്ദഹാസ്യചൂർണപൂർണസൗഖ്യസാഗരേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. മൃണാളബാലവല്ലരീ തരംഗരംഗദോർലതേ ലതാഗ്രലാസ്യലോലനീലലോചനാവലോകനേ ലതല്ലുലന്മിലന്മനോജ്ഞമുഗ്ധമോഹനാശ്രയേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. സുവർണമാലികാഞ്ചിതേ ത്രിരേഖകമ്പുകണ്ഠകേ ത്രിസൂത്രമംഗലീ ഗുണത്രിരത്നദീപ്തിദീപ്തികേ സരോലനീലകുന്തളേ പ്രസൂനഗുച്ഛകുംഭിതേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. നിദംബിംബലംബമാനപുഷ്പമേഖലാഗുണ പ്രശസ്തരത്നകിങ്കിണീ കലാപമധ്യമഞ്ജുളേ കരീന്ദ്രശുണ്ഡദണ്ഡികാവരോഹശോഭഗോരുകേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അനേകമന്ത്രനാദമഞ്ജുനൂപുരാരവസ്ഥലൽ സമാജരാജഹംസവംശനിക്വണാദിഗൗരവേ വിലോലഹേമവല്ലരീ വിജംബിചാരുചന്ദ്രമേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അനന്തകോടി വിഷ്ണുലോകനമ്രപൽമജാർച്ചിതേ ഹിമാദ്രിജാ പുലോമജാ വിരഞ്ജിജാ വരപ്രദേ അപാര സിദ്ധി വൃദ്ധി സിദ്ധ സത്പദാംഗുലീനഖേ കഥാ കരിഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. മഹേശ്വരി പ്രിയേശ്വരി സുരേശ്വരി സുരേശ്വരി ഈശ്വരി പ്രമാണശാസനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാരണേശ്വരി ബ്രജേശ്വരി പ്രജാധിപേ ശ്രീരാധികേ നമോസ്തുതേ. ഇതീദമത്ഭുതസ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം. തദൈവ സഞ്ചിതത്രയോപകർമ്മനാശനം
ലഭേത്തഥാ വ്രജേന്ദ്രസൂനുമണ്ഡലപ്രവേശനം രാഗായാം ച സദാഷ്ടമ്യാം ദശമ്യാം ച വിശുദ്ധയാ ഏകാദശ്യാം ത്രയോദശ്യാം യ പഠേത് സാധകശതം യം കാമയതേ കാമം തം തം പ്രാപ്നോതി സാധകം യഥാ കൃപാകടാക്ഷേണ ഭക്തിസ്യാൽ പ്രേമലക്ഷണം ഊരുമാത്രേണാഭിമാത്രേ ഹൃന്മാത്രേ കണ്ഠമാത്രകേ രാധാകുണ്ഡലേ സ്ഥിത്വായ പഠേത് ശതാദശതം തസ്യ സർവാർത്ഥസിദ്ധി സ്യാൽ വർജിതാർത്ഥഫലം ലഭേത് ഐശ്വര്യം ലഭേത് സാക്ഷാത് ദിശാപശ്യതിരാധികാരം തേന സാ തൽക്ഷണാദേവ ദുഷ്ടാദത്തേ മഹാവരം യേന പശ്യതി നേത്രാഭ്യാം തൽപ്രിയം ശ്യാമസുന്ദരം നിത്യലീലാപ്രവേശം ച ദദാതി ശ്രീപ്രജാധിപ അതഃ പരതരം പ്രാപ്യം വൈഷ്ണവാനാം ന വിദ്യതേ. ജയ ജയ ശ്രീരാധേശ്യാം. ശ്രീകൃഷ്ണ അഷ്ടോത്തരം. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ ശ്രീവത്സകൗസ്തുഭതരോ യശോദാവത്സലോ ഹരി ചതുർഭുജതചക്രാസീതരാശങ്കാതുദായുധ ദേവകീനന്ദന ശ്രീശോ നന്ദഗോപപ്രിയാത്മജ യമുനാവേഗസംഹാരീ ബലഭദ്രപ്രിയാനുജ പൂതനാജീവിതഹരശകടാസുരഭഞ്ജന നന്ദവ്രജനാനന്ദീ സച്ചിദാനന്ദ വിഗ്രഹ നവനീതോദിക്താംഗോ നവനീതനോനഘ നവനീതനവാഹാരോ മുജുകുന്ദ പ്രസാദക ഷോഡശസ്ത്രീ സഹസ്രേശസ്ത്രഭംഗീ മധുരാകൃതി സുഖവാകമൃതാബ്ധീന്ദോർ ഗോവിന്ദോർ യോഗിനാം പതി വത്സവാടോ നന്ദോ ധേനുകാസുരമർദ്ദന കൃണേകൃതർണാമൃത്തോയമളാർജുനഭഞ്ജന ഉത്താളതാളഭേട്ടാജാതമാലശ്യാമളാകൃതി ഗോപഗോപീശ്വരോ യോഗീ കോടിസൂര്യസമപ്രഭാ പിതാപതി പരം ജ്യോതിർയാദവേന്ദ്രോ യദുദ്വഹ വനമാലി പീതവാസ പാരിജാതാപഹാരക ഗോവർദ്ധനജോദ്ധർത്താ ഗോപാല സർവപാലക അജോനിർജന കാമജനക കഞ്ചലോചന മധുഹാമുദ്രാനാഥോ ദ്വാരകാമായ ഗോപിരി വൃന്ദാവനധഞ്ജാരി തുളസീരാമഭൂഷണ സിമന്തകമണിർഹർത്ര നരനാരായണാത്മക കുബ്ജാവിഷ്ടാംബരദ്രോമായി പരമഭൂഷ മുഷ്ടികാസുരചാണൂരമല്ലയുദ്ധവിശാരദ സംസാരവൈർകംസാരിർമുരാരിർനരകന്ദക അനാദിബ്രഹ്മചാരീ ച കൃഷ്ണാവിസനകർഷക ശിശുപാലചിരക്ഷേത്ര ദുര്യോധനകുലന്ദക വിശ്വരൂപ പ്രദർശക സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരഥോജി സുഭദ്രാ പൂർവജോ വിഷ്ണും ഭീഷ്മമുക്തിപ്രദായക ജഗദ്ഗുരു ജഗന്നാഥോ വേണുഗാന വിശാരദ വൃഷഭാസുരവിധ്വംസീ ബാണാസുരകരന്ദക പ്രതിഷ്ഠാദാപദംസഃ പാർത്ഥസാരഥിർവ്യക്തോ ഗീതാമൃതമഹോദിതി കാളീയഗണമാണിക്യരഞ്ജിത ശ്രീപദാംബുജ ദാമോദരോ യജ്ഞഭോക്താദാനവേന്ദ്രവിനാശക നാരായണ പരം ബ്രഹ്മ പന്നഗാശരവാഹന ീർത്ഥവാദോ വേദവേദ്യോദയാദിതി ഏവം ശ്രീകൃഷ്ണദേവസ്യാമഷ്ടോത്തരം ശതം കൃഷ്ണനാമാമൃതം നാമ പരമാനന്ദദായകം അത്യുപദ്രവദോഷഘ്നം പരമായുഷ്യവർദ്ധനം ഗ്രഹാപീഠം നടവരോ ഭൂകർണയോ കർണികാരം വിഭ്രത്വാസകനകവിശം വൈജയന്തീം ജമാല രന്ധ്രാൻ വേണോഹൃദയാ പൂരയൻ ഗോപവൃന്ദയർ വൃന്ദാരണ്യം സ്വതർമണം വിശൽ ഗീതകീർത്തി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ ആരാധിക്കാം. അറിയുന്നവർക്കൊക്കെ ഒപ്പം തന്നെ ജപിക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേത്. ചന്ദ്രാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ശ്വാധാരം ഗണഹദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം വേദവേദ വിശ്വനാരായണദേവതാ. ഓം വിശ്വം വിഷ്ണുഷഷ്കാരോ ഭൂതഭവ്യഭവൽ പ്രഭോ ഭൂതകൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന
उदात्मा परमात्मा च मुक्तानां परमागति पुरुषः साक्षी क्षेत्रज्ञोऽक्षर एव च योगो योगविदां नेता प्रधानपुरुषेश्वर नारसिंहो श्रीमान् केशवः पुरुषोत्तमा सर्वशिवस्थानुभूतादिर्निधेव्य सम्भवो भावनो भर्ता प्रभुः प्रभुरीश्वर स्वयंभू शम्भुरादित्य पुष्कराक्षो महस्सः अनादिविघ्नो दाता विधाता धातुत्तम अप्रमेयो ऋषिकेश पद्मनाभो मेरप्रभु ईश्वरमा मनुस्पष्टः सविष्टस्तविरोध्रुव अग्राशिष्यशुतकृष्णो लोहिताक्षप्रदर्दनः प्रभुस्त्रिगुप्धाम पवित्रं मङ्गलं वरन् ईशानप्राणदः प्राणो ज्येष्ठश्रेष्ठ प्रजापति हिरण्यगर्भो भूगर्भो माधवो मधुसूदना ईश्वरो विक्रमी धन्वी मेधावी विक्रमक्रम अनुत्तमो दुरादर्शकृतज्ञकृदयात्मवान् सुरेशशरणं शर्माश्वरेता भजाभव अहस्संवत्सरो व्याळप्रत्ययः सर्वदर्शन अजः सर्वेश्वर सिद्धि सर्वादिरक्षिता वृषाकविरमेयात्मा सर्वयोगविनिःसदा वसुर्वसुमना सत्यसमात्मा संविदस्समा पुण्डरीकाक्षो वृषकर्मा वृषाकर्णी रुद्रो गुजरागधुर्विश्वयोनिषुजिशवाः अमृतशाश्वतस्थानर्परारोहो महातपाः सर्वगः सर्वविद्वानो निष्पक्षेणो जनार्दन वेदो वेदविदव्यङ्गो वेदाङ्गो वेदवित्कवि लोकाध्यक्षसुराध्यक्षसर्वाध्यक्षकृताकृता चतुरात्मा चतुर्व्यूहः चतुर्दंशः चतुर्भुजः राजिष्णोद्भवजनं भोक्ता सनिष्णो जगदादिज अनघो विजयो जगदा विश्वयोनि पुनर्वसु उपेन्द्रो वामनः प्रांशुरमो भर्षुजिरोज्जिता इंद्रसंग्रहः सर्गोदात्मा यमो यमः वेद्यो नित्यसदायोगी वीरः माधवो मधु पतीन्द्रियो महामायो महोत्साहो महाबलः महाबुद्धिर्महावीर्यो महाशक्तिर्महाद्युति अनिर्देश्यो श्रीमानमयात्मा महादिदिर् महेश्वासो महीभर्ता श्रीनिवास सदाङ्गति अनिरुद्धसुरानन्दो गोविन्दो गोविदाम्पति मरीचब्दमनोहंसः सुवर्णो भुजगोत्तमः हिरण्यनाभः सुतपाः पद्मनाभः प्रजापति अमृत्यु सर्वजगत्सिंहः सन्धाता सन्धिमान् स्थिरः अजो दुर्मर्षणशरस्ता विश्वदात्मा पुराणः गुरुर्गुरुतमो धाम सत्यः सत्यपराक्रमः निमिषो निमिषस्रगीवाचस्पतिर्दारधीः अग्रणी ब्राह्मणी श्रीमान्यायो नेता समीरणः सहस्रमूर्धा विश्वात्मा सहस्राक्षः सहस्रवाक् आवर्तनो निवर्तात्मा संवदः संभ्रमर्दनः अहस्संवर्तको निरोधरणीधर सुप्रसाद प्रसन्नात्मा विश्वदृक् विश्वभुक् विभो सत्कर्ता सत्कृतस्वादुर्जन्मुर्नारायणो नरः संकीर्यो प्रमेयात्मा विशिष्टशिष्टकृष्युचि सिद्धार्थसिद्धसङ्कल्पसिद्धिदसिद्धिसाधन वृषाही वृषभो विष्णुर्वृषपर्वा वृषोदर वर्धनो वर्धमानश्चुतिसागर सुभुजो दुर्धरो वाग्मी महेन्द्रो सुभोसु नैकरूपो बृहद्रूपश्रीलिष्टप्रकाशन ओजस्तेजो प्रकाशप्रदापन रुद्धस्पष्टाक्षरो मन्द्रश्चन्द्रांशुभास्करद्विधि अमृतांशुर्भवो भानुशबिन्दुसुरेश्वर औषधं जगदस्येतु सत्यधर्मपराक्रम भूमिभव्यो विभवन्नाथः पवनः पावनो नलः कामः कामप्रदप्रभु युगादियुगावर्तो निगमायो महाशनः अदृश्यो विकलरूपश्च सहस्रजनन्दति इष्टो विशिष्टशिष्टशिखण्डेन वृषः क्रोधः क्रोधकृत्कर्ता विश्वबाहुर्महीधरः अच्युतप्रदप्राणदो वासवान्य अपाम्निधिष्ठानमप्रमत्तप्रतिष्ठिता स्कन्दस्कन्दधरो दुर्यो वरदो वायुवाहन वासुदेवो बृहद्भानुमानदेवो पुरन्दरः अशोकस्तारणस्तारशूरशूरजनीश्वर अनुकूलसदावर्तपत्नीपदपन्थेक्षण पद्मनाभो रविन्दाक्ष पद्मगर्भशरीरभन् महद्विरुद्धो वृद्धात्मा महाक्षो गरुडध्वज अभिनश्चो भीमः समयज्ञो हरिहरि सर्वलक्षणलक्षण्यो लक्ष्मीवान् सुमृञ्जय विक्षरो रोहितो मार्गो हेतुर्दामोदरः महीधरो महाभागो वेगवान् विनाशन
उद्भवक्षोभणो देव श्रीगर्भपरमेश्वर करणं कारणं कर्ता विकर्ता गहनो गुह व्यवसायो व्यवस्थान संस्थान स्थानदो ध्रुव परनद्धि परमस्पष्टतुष्टपुष्टशुभेक्षणां रामो विरामो विरतो मार्गो नयो नयो नय वीरशक्तिमुदां श्रेष्ठो धर्मो धर्मविरुत्तम वैकुण्ठपुरुषप्राण प्राणद प्रणवप्रभु हिरण्यगर्भशत्रुघ्नो व्याप्तो वायुरथोक्षज ऋतुसुदर्शनकाल परमेष्टि परिग्रह उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिणा विस्तारस्थावरस्थाणु प्रमाणं बीजमौव्रियम् अर्थो अर्थो महाकोशो महाभोगो महाधन अनिर्विण्णस्तविष्टो भूधर्मयुगो महामख नक्षत्रक्षमक्षामः समीहः यज्ञेज्यो महेज्यश्च क्रतुसत्रं सदाम्बुधि सर्वदर्शीमुपदात्मा सर्वज्ञो ज्ञानमुत्तमम् सुहृदसुहृत्सूक्ष्मसुभोषसुहृदसुहृत् मनोहरो यत्क्रोधो वीरबाहुर्विदाहन स्वागनस्वजो व्यापी नैकात्मानैकधर्मगत् परिसरो वत्सलो श्रीरत्नगर्भो धनीश्वर धर्मगुप्तधर्मगत् धर्मी सदसक्षरमक्षरम् अविज्ञाता सहस्रांशुविधाता कवलक्षण गभस्तिने विसत्त्वस्तस्य भूतमहेश्वर आदिदेवो महादेवो देवेशो देवगुरु सर्वोपजद्भोक्ता न्यायगम्यपुरातन शरीरभूतोद्भोक्ता कवीन्द्रो भूरिदक्षिण सोमवो मदवसोम पुरुजिल् पुरुषोत्तम विनयो जयसत्यः शुद्धोदाचारः सत्त्वदाम्पति जीवो विनयिता साक्षी मुकुन्दो विजयक्रम अम्भोधिरनन्दात्मा महोदधिशवन्दक अजो महारस्वभाव्योजितामित्रप्रमोदन आनन्दो नन्दनो नन्दसत्यधर्मात्रविक्रम महर्षि कविराचार्य प्रदज्ञो मेदिनीपति त्रिपदस्त्रदशाध्यक्षो महासङ्गकृतान्तकृत् महावराहो गोविन्द सुषेण कनकाङ्गरी उद्योगवीरो गहनो गुप्तश्चक्रगदाधर वेदास्वाङ्गोजितः कृष्णो दृढसङ्घर्षणोचितः वर्णो वार्णो वृक्षपुष्कराक्षो महामनाः भगवान् भगवानन्दी वनमाली हरायुध आदित्यो ज्योतिरादित्यः सहिष्णुर्गतिसत्तमः सुधन्वाखण्डपरशुदारुणो द्रविणप्रद दिवस्पृक् सर्वदृत्यासो वाचस्पतिरयोनिजः सामासामगस्सामानुर्वाणं भेषजं बृहत् सन्न्यासकृच्छमश्यान्दो दुष्टाशां दीपरायण शिवां कृष्णान्दितसृष्टा कुन्दकुलेशय गोहितो गोपतिर्गोप्ता वृषभाक्षो वृषप्रिय अनिवर्ती निवृत्तात्मा संक्षेप्ता क्षेमकृच्छिव श्रीवत्सवक्षा श्रीनिवास श्रीपति श्रीमदाम्बर श्रीधर श्रीश श्रीनिवास श्रीनिधि श्रीविभावन श्रीधर श्रीकर श्रेय श्रीमां लोकत्रयाश्रय सौक्षसुन्दरसानन्दो नन्दरज्योतिर्गणेश्वर विजयात्मा विधेयात्मा सल्कीर्तिच्छिन्न संशय उदीर्णः सर्वतश्चक्षुरणीश शाश्वतस्थिर भूषयो भूषणो भूतिर्विशोकशोकमाचन अर्चिष्मानर्चितकुम्भो विशुद्धात्मा विशोधन अनिरुद्धो प्रद्युम्नो विक्रम कालने विहावीयशौरिशूरजनेश्वर लोकात्मा लोकेश केशवक्लेशिहा हरि कामदेव कामबालः कामी गन्धक्लाग्म अनिवृद्धेश्वरविष्णुर्वीरो नन्दो धनञ्जय ब्रह्मण्यो ब्रह्मगद्ब्रह्मा ब्रह्म ब्रह्मविवर्धन ब्रह्मविद्ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मणप्रिय महाक्रमो महाकर्मा महातेज महोरग महाक्रतुः महायज्ञो महायज्ञो महाहवि सव्यस्तव प्रियस्तोत्रं सुधिस्तोदारणप्रिय पूर्णपूरैदा पुण्यपुण्यकीर्तिर्नामय मनोजवहसिर्धगरो वसुरेता वसुप्रदा वसुप्रदो वासुदेवो वसुवस्मनाहवि सद्गति सत्कृति सत्ता सद्भूति सत्परायण शूरसेनो यदुश्रेष्ठः सन्निवासस्तु यामुना भूतावासो वासुदेवः सर्वासुनिलयो नल दर्पः दर्पदो दृप्तो दुर्धरो दापराजित विश्वमूर्तिर्महामूर्तिर्दीप्तमूर्तिरमूर्तिमान् अनेकमूर्तिर्व्यक्तशतमूर्तिशतानन एको अनेकस्ववाक्यं यत्तल्पदमनुत्तमम् लोकबन्धुर्लोकनाथो माधवो भक्तवत्सल स्वर्णवर्णो हेमाङ्गो वराङ्गश्चन्दनाङ्गली वीरः विषमशून्यो कृपाशीलचलश्चल
അമാനീമാനതോ മാന്യോ ലോകസ്വാമീ ലോകധൃ സുമേധാമേധജോ ധന്യ സത്യമേധാധരാധര തേജോ വിശോദിര സർവശസ്ത്രനാംബര പ്രഗ്രഹോ നിഗ്രഹോ വിഗ്രഹോനൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിവേകവാൻ സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗസ്തുസന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമാ മഹാകർമാ കൃതകർമാ കൃതാത്മ ഉത്ഭവ സുന്ദര സുന്ദോ രത്നനാഭസ്ലോചന തർക്കോവാചശൃംഗീ ജയന്ത സർവവിദ്യൈ സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹൃതോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമുദകുന്ദര കുന്ദ പർജന്യ പാവനോ നിര അമൃതാസോമൃതോ സർവജ്ഞ സർവതോമുഖ സുലഭ സുഹൃത സിദ്ധ ശത്രുജി ശത്രുദാവന നിഗ്രോധോ കുംഭരശ്വധൂരം പ്രതിഭൂതന സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ ചിന്ത്യോ ഭയകൃദ്ഭയനാശന അണുർഗതൃശസ്തൂരോ ഗുണഭൃംഗുണോ മഹാൻ പദസ്തുതസ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന ഭാരതവൃത്തധികോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രമണക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോദമിതാത്മ അപരാജിത സർവസോ നിയന്താ നിയമോ യമ സത്വവാൻ സത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാഘോഷ പ്രിയകർപ്രീതിവർദ്ധന വിഹായ സത്യജ്യോതി സൂര്യർഹുതഭുവിഭു ത്രിവിർവിലോചന സൂര്യ സവിരാലോചന അനന്തോ ഹൃദഭോക്താ സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമശ്രീലോകാധിഷ്ഠാനമദ്ഭുത സനാൽ സനാതനതമക്കവിരക്കവിരവ്യയ സ്വസ്തിത സ്വസ്തികൾ സ്വസ്തി സ്വസ്തിഭു സ്വസ്തി ദക്ഷിണ പ്രൗദ്രകുണ്ഡലീ ചക്രീ വിക്രമ്യോജിതശാസന ശബ്ദാധിക ശബ്ദസഹശിശിരസംവലീകര അക്രൂരപ്രേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബര വിദ്യോത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തന കാരണോ ദുഷ്പ്രതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരഃ രക്ഷണസ്സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോനന്ദശ്രീർജിതമന്യോർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിശോഭ്യാദിശോദിശ അനാദിർഭൂർഭവോ ലക്ഷ്മീ സൂര്യോ ദുരാന്തര ജനനോ ജനജന്മാജ ഭീമോ ഭീമപരാക്രമ ആധാരനിലയോധാത പുഷ്പഹാസ പ്രജാകര ഊർധ്വഗതസൽപ്രധാചാര പ്രാണത പ്രണവപ്രണ പ്രമാണം പ്രാണനിലയ പ്രാണഭൃ പ്രാണജീവന തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാധിക ഭൂർഭുവസ്വസ്തരുസ്താര സവിതാ പ്രവിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞഭൃത് യജ്ഞീ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത്യജ്ഞഗുഹ്യമന്നമന്നാദയേവ ച ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്സാമഗായന ദേവകീനന്ദനസ്വരിപാക്ഷീശപാപനാശന ശംഖപുണ്യചക്രീശാധന്വാഗദാധര സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ നമൈതി ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്സാമഗായന ദേവകീനന്ദന സൃഷ്ടാക്ഷരീശപാപനാശന ശംഖപുണ്യചക്രീശാധന്വാഗദാധര ക്ഷോഭ്യ സർവപ്രഹരണായ ശ്രീ സർവപ്രഹരണായ നമൈതി ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്സാമഗായന ദേവകീനന്ദന സൃഷ്ടാക്ഷരീശപാപനാശന ശംഖപുണ്യചക്രീശാധന്വാഗദാധര ക്ഷോഭ്യ സർവപ്രഹരണായ ശ്രീ സർവപ്രഹരണായ നമൈതി ഇശ്വരോ മഹാവിഷ്ണു ശ്രീമന്നാരായണോ ദേവത വനമാലീ ഗതീശാംഗീ ശംഖീ ചക്രീ നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അഭ്യക്ഷതോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും വേദിയുടെ അടുത്തേക്ക് വരിക. ഇവിടുന്ന് കൈ ശുദ്ധാക്കാനുള്ള ആ വെള്ളം തരും. അത് തീർത്ഥമല്ല, തീർത്ഥം 8:30 നിർത്തുമ്പോഴാണ് തരിക. കൈ ശുദ്ധാക്കാനുള്ള വെള്ളമാണ് വന്നോളൂ. അതുകൊണ്ട് കയ്യെ ശുദ്ധാക്കിയിട്ട് ഇവിടുന്ന് പുഷ്പം തരും. ആ പുഷ്പം ചൂടാനുള്ളതല്ല, അർച്ചന ചെയ്യാനുള്ളതാണ്. കൈ ശുദ്ധാക്കി
ആ പുഷ്പം വാങ്ങിയിട്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് വരിക. പുഷ്പം വാങ്ങിയിട്ട് നേരെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് വരിക. പൂവ് ചൂടരുത്, ശ്രദ്ധിക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അർച്ചന ചെയ്യാനുള്ളതാണ്. ആ പൂവ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുത് ഒരു പ്രദക്ഷിണമായിട്ട് വരിക. കൃഷ്ണനും ആ ഗണപതിക്ക് ഭഗവാനെ പ്രദക്ഷിണമായിട്ട് ഉത്താഹം മുഴുവൻ ഭംഗിയായിട്ട് കേൾക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വരിക. പൂവ് ഇവിടെ കൊണ്ടുവന്ന് അർച്ചിക്കാനുള്ളതാണ്. ഒരു വരിയായിട്ട് ഒരുമിച്ച് അങ്ങനെ പോവുക. നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമ നാമം പരമാവധി ഉറക്ക ജപിച്ചുകൊണ്ട് ഒന്നിച്ച് ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ നാമം ജപിക്കണം. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാവിലെ നടക്കുന്ന ഈ ഒരു അർച്ചനയിലാണ് നമ്മൾ കുട്ടികളെ നിർബന്ധമായി പങ്കെടുപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ഉണ്ണാൻ കുട്ടികളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവർക്ക് വീട്ടിൽ ഊണ് കിട്ടും. രാവിലെ ചായക്ക് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ചായ വീട്ടിൽ കിട്ടും. പക്ഷേ അവർക്ക് ജീവിതത്തിൽ കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ് ഭാഗവത സപ്താഹ രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രംഗമാണ്. സപ്താഹത്തിൽ ഏറ്റവും ഓരോ ദിവസവും ഏറ്റവും പ്രാധാന്യം നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കേണ്ടത് ഈ രാവിലത്തെ ഈ ഒരു കൂട്ടപ്രാർത്ഥനയാണ്. ഈ നാമപ്രദക്ഷിണവും കൂട്ടപ്രാർത്ഥനയും ഇപ്പൊ ചൊല്ലിത്തരുന്ന ആ വിശിഷ്ട മന്ത്രങ്ങള് അത് സപ്താഹരംഗത്തല്ലാണ്ട് വേറെ ഒരിടത്തും കിട്ടില്ല. അതുപോലെ നേരിട്ട് നമുക്ക് ഭഗവാന് അർച്ചന ചെയ്യാൻ സാധിക്കുക, അതും ഭാഗവത ഗ്രന്ഥത്തില് ഒരുമിച്ച് മഹാമന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റുക. 7 ദിവസം സപ്താഹത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്നതാണ് രാവിലത്തെ ഈ ഒരു അർച്ചന. അതിലാണ് നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടത്. അത് ഓരോ സപ്താഹത്തിലും ഓരോ ദിവസവും നമ്മൾ നിർബന്ധമായിട്ട് പറയും. കാരണം ഒരാളെങ്കിലും അധികം പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിനും അവരെ പങ്കെടുപ്പിച്ചവർക്കും മുഴുവൻ വലിയ പുണ്യമാണ്. സപ്താഹത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ള രംഗമാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ച നാമപ്രദക്ഷിണവും കൂട്ടപ്രാർത്ഥനയും സമൂഹ അർച്ചനയും. അതിൻ്റെ ആ ഒരു പ്രാധാന്യം, ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ, ഭാഗവതത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ദുഃഖങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറും. അതുപോലെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ കല്യാണം നടക്കാണ്ടിരിക്കുക, ജോലി കിട്ടാണ്ടിരിക്കുക, പഠനത്തിലെ പിന്നിലേക്കാവുക, അതുപോലെ സന്താനഭാഗ്യം അല്ലെങ്കിൽ തറവാട്ടിൽ എന്തെങ്കിലും ദോഷങ്ങള്, രോഗങ്ങള്, മറ്റു പല ദുരിതങ്ങള്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാണ്ടിരിക്കുക, സാമ്പത്തികമായിട്ടുള്ള വിഷമം, ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന വിഷമാണ് പലതും. ഇങ്ങനെയുള്ള വിഷമങ്ങൾക്കൊക്കെ ഒരേ ഒരു പരിഹാരമാണ് സപ്താഹത്തില് രാവിലെ നടക്കുന്ന ഈ ഒരു നാമപ്രദക്ഷിണത്തിലും അർച്ചനയിലും പങ്കെടുക്കുക എന്നുള്ളത്. അത്രയും വലിയൊരു പുണ്യമാണ്. നമ്മുടെ കൂടുതൽ ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കുക തന്നെ വേണം രാവിലെ. ബാക്കി ഏത് സമയത്ത് വന്നില്ലെങ്കിലും ഈ ഒരു അർച്ചനയ്ക്ക് പങ്കെടുപ്പിക്കുക തന്നെ വേണം. നോട്ടീസിൽ പ്രത്യേകിച്ച് രാവിലെ 6 മുതൽ 7 മണി വരെ, 6:15 മുതൽ 7 മണി വരെ ഉള്ള ചടങ്ങുകളിൽ എന്ന് പറഞ്ഞു. കാരണം അതിന്റെ പുണ്യം വേറെ ഒരിടത്തും കിട്ടില്ല. അത്ര പ്രാധാന്യമാണ് വീട്ടിലെല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ സദ്യ ഉണ്ണാൻ എല്ലാവരും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കല്യാണത്തിന് ക്ഷണിച്ചാൽ ഒരാൾ പോയാലും മതി. പക്ഷേ ഇതിന് ഈ പ്രാർത്ഥനയ്ക്ക് അത് പോരാ, നിർബന്ധമായിട്ടും. കാരണം കുടുംബത്തിലെ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. മാറാരോഗങ്ങൾ, ഇന്ന് ക്യാൻസർ ഇല്ലാത്തൊരു വീട് കാണിച്ചു തരാൻ പറ്റുമോ? ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തൊരു വീട് കാണിച്ചു തരാൻ പറ്റുമോ? എന്തെങ്കിലും രോഗങ്ങളില്ലാണ്ട്, ഷുഗർ ഇല്ലാത്ത ഒരു വീട് കാണിച്ചു തരാൻ പറ്റുമോ? പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളില്ലാത്ത ഒരു വീട് കാണിച്ചു തരാൻ പറ്റുമോ? ആശുപത്രിയിലും ഡോക്ടർക്കും കൊണ്ടുപോയിട്ട് കാശ് കൊടുത്ത് മുടിയുക എന്നല്ലാണ്ട് രോഗങ്ങൾ വിട്ടുപോകില്ല. ഒരേ ഒരു മാർഗം ഭാഗവതത്തെ ആശ്രയിക്കുക. ഭാഗവത സപ്താഹത്തിലെ ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായിട്ടും ആ ദുഃഖങ്ങളൊക്കെ മാറും. അത് ഭാഗവതത്തെ മുൻനിർത്തി ഉറപ്പ് തരാൻ സാധിക്കും. ഇത്ര കേമമാണ് ഈ ഒരു പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിത്തരാം. അത് ശ്രദ്ധിച്ച് കേട്ട് പരമാവധി ഉറക്കെ ജപിക്കുക. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൻ ശ്രീമദ്
ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി പ്രത്യക്ഷകൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ നിത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫലഃ സർവധാ ത്വയാ സഫലഃ സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ വിഘ്നേനൈവ കർത്തവ്യഃ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ ശുഗരൂപ പ്രബോധജ്ഞ സ്വരൂപപ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാ പ്രകാശേന കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ ജ്ഞാനം വിനാശയ ദേവദേവ ജഗന്നാഥ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന ശ്രവണകീർത്തന യദുത്തമോത്തമ ശ്ലോക ഉത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ തപ്തകാഞ്ചന ഗൗരാംഗീ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി സഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ നമാമി ഹരിപ്രിയേ നീലിമാലകൾ ചാർത്തി ഗിരിമാലകൾ ചാർത്തി കോലുമായി കാലിമേയ്ക്കും കോലുമായി കാലിമേക്കും ബാലഗോപാലൻ തന്റെ ബാലഗോപാലൻ തന്റെ ലീലകൾ പാടിക്കൊണ്ടും ലീലകൾ പാടിക്കൊണ്ടും മാനസനയനത്താൽ മാനസനയനത്താൽ കണ്ണനെ കണ്ടുകൊണ്ടും കണ്ണനെ കണ്ടുകൊണ്ടും ദീനവത്സലൻ തന്റെ ദീനവത്സലൻ തന്റെ സൽക്കഥ കേട്ടുകൊണ്ടും കഥാ കേട്ടുകൊണ്ടും ആയുസ്സു തീരുവോളം ആയുസ്സു തീരുവോളം ആരോഗ്യത്തോടെ വാണും ആരോഗ്യത്തോടെ വാഴും കായാമ്പുവർണ്ണൻ തന്റെ ആയാമ്പൂവർണ്ണൻ തന്റെ പാദത്തിൽ ലയിക്കേണം പാദത്തിൽ ലയിക്കണം. നമോസ്തുതേ മഹായോഗിൻ നമോസ്തുതേ മഹായോഗി പ്രപന്നമനുഷാധിമാം പ്രപന്നമനുഷാധിമാം യഥാ ത്വൽ ചരണാംഭോജേ യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാത് അനപായിനി. യതിസ്യാത് അനപായിനി. നല്ലോണം മനസ്സിലെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് ആ താരത്തിലുള്ള ഭാഗവതത്തിൽ പൂക്കളർച്ചിച്ചോളൂ. പൂക്കളർച്ചിച്ച് പിന്നിലേക്ക് മാറിക്കോളൂ. എല്ലാവരും അർച്ചിച്ചതിന് ശേഷം ഇവിടെ കർപ്പൂര ആരതി ദീപാരാധന ഉണ്ടാവും. അർച്ചിച്ച് പിന്നിലേക്ക് നിന്നോളൂ. കർപ്പൂരം തൊഴുന്നതിന് ശേഷം നിങ്ങൾ സീറ്റിലേക്ക് പോയാൽ മതി.
ആരതി തൊഴാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഹരിശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കർപ്പൂരം തൊഴുത് നമസ്കരിച്ചിട്ട് ഇരിക്കുക. വന്ദന ശ്ലോകങ്ങളിൽ നമ്മൾ ഭാഗവത പാരായണം ആരംഭിക്കും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കരിമൂകിൽ വർണ്ണന്റെ തിരുകൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാവേണം. കാലിൽ ചീലമ്പും കീലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാവേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇങ്ങനെയും വളമോതിരവും ചാർത്തി ഭംഗിയോടൻ മുന്നിൽ കാണാകേണം. കീർത്തിയേറിടും ഗുരുവായൂർമേവുന്നോരാർത്തിഹരൻ തന്നെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ കൊടുത്തമ്മ രഞ്ജിപ്പിക്കുന്നതും കാണാകേണം. കൂത്താടിയിടും പശുക്കുട്ടികളുമായി ഒത്തുകളിപ്പതും കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കെട്ടിയിട്ടിടുമൂരലും വലിച്ചങ്ങു മുട്ടുകുത്തുന്നതും കാണാകേണം. കേകികളെ പോലെ നൃത്തമാടിയിടുന്ന കേശവ പൈതലെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം. കുഞ്ചിക്കൊണ്ടോരോരോ വാക്കരുളിടുന്ന ചഞ്ചല നേത്രനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേറ്റുന്നതും കാണാകേണം. കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണന്റെ തിരോഹരൂപം കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കംസ സഹോദരി തന്നിൽ പിറന്നോരു വാസുദേവൻ തന്നെ കാണാകേണം കണ്ണന്റെ ലീലകളോരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കണ്ണന്റെ ലീലകളോരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം കൃഷ്ണാമൂലിൽ വർണ്ണ വൃഷ്ണീകൂലേശ്വര കൃഷ്ണാംബൂജേക്ഷണ കൈതോഴുന്നേൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ഇരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിന്മേ കുരുതേ നമഃ നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണം ഭോജേ യജിസ്യാൽ അനപായിനി ജന്മാദ്യസ്യതോന്വയാദിധരതശ്ചാർത്തേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയാ തേജോവാരിമൃതാനിധാവിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദയ അവരുദ്ധ എത്ര ശുശ്രൂഷുഭിസ്തക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം ശിവമുഖാൽ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ യം പ്രവ്രജന്തമനുപേതോപേതകൃത്യം തുൽപായനോ വിരഹകാതുര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് അഹമേവാസമേവാഗ്രേണ അന്യദ്യൽസൽപരം പശ്ചാദഹം രേത്തച്ച യോ വശിഷ്യേതോസ്മ്യഹം തദേർത്ഥം യൽ പ്രതീയേത ന പ്രതീയേത ജാത്മനി തദ്വിദ്യാതാത്മനോമായാം യഥാഭാസോ യഥാതമാ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേഷു നോ പ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവിദ്രേകാഭ്യം വ്യക്ഷ്യാൽ സർവത്ര സർവദാ വന്ദേ അന്തിതവാസവാദി ഉപദശ്രേണീ കിരീടോജ്വലം നാനാരത്നവിരാജിതാംഘ്രികമലം കാരുണ്യരത്നാകരം ആരൂഢം ശിതികണ്ഠമനഹം ഷാണ്മാതുരം സുന്ദരം നിർദ്ധാധാഗ്രവൈ സംഘം അസിതാരണ്യേശ്വരം ഭാസുരം ഹരഹരോ ഹരഹര മന്ദാന്തോളിതഹേമകുണ്ടലമണിം ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലം വിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജം അംബരനദീനാഥം രമാവല്ലഭം ശ്രീ അമ്പലപ്പുഴ കൃഷ്ണ ശരണം ശ്രീ പാർത്ഥസാരഥേ ശരണം സാരഥ്യവേലയിലതീവ സാമർഥ്യമേറുന്നൊരു കൃഷ്ണനെന്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരഥ്യവേല തുടർന്നിടയണം അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പാ ശരണം
സദാ രാധേതി കൃഷ്ണേതി ജപേന മമ ജീവനം ഇത്തം പ്രാർത്ഥയതേ നിത്യം കേശവം മദ്ഗുരും നമാ. സന്ദേഹം പേരും പെരുമ്പള്ളി വാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. ശംഖുണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പ ചിലമുത്തുപടം കഴുത്തിൽ. ഓടിയിട്ട് വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കത്യായനീ ശരണമെന്നിഹ കൈ തൊഴുന്നേൻ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധ അഥ പ്രഥമോധ്യായ. ഹരിശ്രീ ഗണപതയേ നമഃ. ഭാഗവത ഗ്രന്ഥത്തിലെ ആദ്യത്തെ 6 അധ്യായം പത്മപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യമാണ്. അത് ഭാഗവതത്തിന്റെ തലേ ദിവസം, സപ്താഹയജ്ഞത്തിന്റെ തലേ ദിവസം പാരായണം ചെയ്യേണ്ടതാണ്. 6 അധ്യായങ്ങൾ പാരായണം ചെയ്ത് അതിന്റെ സാരപ്രഭാഷണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം വരും. സപ്താഹവേദികളിൽ മിക്കവാറും വൈകുന്നേരം സന്ധ്യയ്ക്ക് ആവും മഹാത്മ്യം ആരംഭിക്കുന്നുണ്ടാവുക. അതിന്റെ ഒരുക്കങ്ങളെല്ലാം ആയി വരുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് ഒരധ്യായം ആണ് നമ്മൾ ഇന്നലെ വായിച്ചത്. മഹാത്മ്യത്തില് ആ സമയം ഇല്ലാത്തതൊക്കെ ഒരധ്യായം ആണ് വായിക്കാറ്. ആ സമയം 3 മണിക്കൂറൊക്കെ നമുക്ക് മഹാത്മ്യത്തിന് കിട്ടുമ്പോഴാണ് 6 അധ്യായം വായിച്ച് അർത്ഥം. അത് ആ 6 അധ്യായം ഭാഗവതത്തിലെ അല്ല, പത്മപുരാണത്തിലെയാണ്. ഭാഗവതം ആരംഭിക്കുന്നത് ആ 6 അധ്യായങ്ങൾക്ക് ശേഷമാണ്. പുസ്തകത്തിൽ നോക്കിയാൽ ആദ്യത്തെ 6 അധ്യായം ഭാഗവത മഹാത്മ്യം. അത് കഴിഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധ അഥ പ്രഥമോധ്യായ. ഹരിശ്രീ ഗണപതയേ നമഃ. ജന്മാദ്യസ്യ ത്വന്വയാദിതരതശ്ചാർത്തേഷു ഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിവതാം യഥാവിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമനാസ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആ ഭാഗവത്തില് വായിക്കുന്ന ഭാഗം കണ്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാവരും കാണിച്ചു തരും ഏത് ഭാഗമാണ്. ഭാഗവതം ആരംഭിക്കുന്നത് ജന്മാദ്യസ്യ യഥ എന്ന ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രത്തിൽ നിന്നാണ്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം. നമുക്ക് ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് കാണാനും ഈശ്വര അനുഗ്രഹം നമുക്ക് അനുഭവമാവാനും ഈശ്വരൻ എന്താണ്, ആരാണ് എന്ന് നമുക്ക് ബോധ്യമാവാൻ അപ്പൊ നമ്മളെ ഏറ്റവും അടുത്ത ഒരാളോ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ നമ്മൾ വിളിച്ചാൽ അപ്പൊ ഓടി വരും. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, ഓടി വന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അങ്ങനെ ഒരാളായിട്ട് ആര് മാറും? ഈശ്വരൻ മാറും. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് വിളിച്ചാൽ എല്ലാവരും ഒന്നും ഓടി വരില്ല. ഏതെങ്കിലും ചിലപ്പോൾ 1-2 ആൾക്കാരുണ്ടാവും എല്ലാത്തിനും ഓടി നടക്കാനായിട്ട്, അല്ലെ? സ്വത്താത്തിൽ വന്നു കഴിഞ്ഞാലും കാണാം. പണിയെടുക്കാനായിട്ട് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, വെറുതെ ഇരിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും, അധ്വാനിക്കാനായിട്ട് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അങ്ങനെയായാൽ പോരാ. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു തരാനായിട്ട് ഭഗവാൻ നേരിട്ടങ്ങൾ വരികയാണ്. അങ്ങനെ ഭഗവാനെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നമുക്ക് വരുത്തി തരിക, അനുഭവമാക്കി തരിക. അതിനുള്ള മാർഗമാണ് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യത. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണം എന്താണ്? പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഈ ലോകത്തുണ്ടോ അതൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ നിലനിൽക്കണോ, ഇതൊക്കെ എവിടേക്ക് പോണു? നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം എങ്ങടാ പോണത് ചോദിച്ചാൽ വീട്ടിലേക്ക്. എന്റെ ഇടയ്ക്ക് മുഴുവൻ കേൾക്കാണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ പോയത്, ഞാൻ ഉണ്ണാൻ വന്നത് അത്രയേ ഉള്ളൂ, അവിടെ ഊണ് കഴിഞ്ഞ് പോയി. ഭാഗവതം മുഴുവൻ കേൾക്കാൻ വന്നവരാണെങ്കിൽ അവരത് വൈകുന്നേരം മുഴുവൻ കേട്ടിട്ട് പോകും. അല്ല അത് കഴിഞ്ഞുള്ള കലാപരിപാടികൾ കാണാൻ വന്നവര് ഇപ്പൊ രാത്രി എത്ര വൈകിയാലും വേണ്ടില്ല, അത് മുഴുവൻ കഴിഞ്ഞിട്ട് പോവാ. ഓരോരുത്തരും വന്ന കാര്യം കഴിഞ്ഞാൽ എന്ത് വേണം? പോണം. മേശാന്തിയാണ്, അമ്പലത്തിൽ വന്നു. രാത്രി 8 മണിക്ക് അമ്പലം അടച്ചു. ഇതിൽ മേശാന്തി അവിടെ അങ്ങനെ ഇരിക്കുക അമ്പലത്തിന്റെ മണ്ഡപത്തില്, സമ്മതിക്കുക ആരെങ്കിലും. 10 മണിക്ക് അമ്പലം അടച്ചു,
അത് കഴിഞ്ഞ് കൗണ്ടർ തുറന്നിരിക്കുക, മേശാന്തി അവിടെ ഇരിക്കുക, മറ്റ് അമ്പലത്തിൽ ജോലിക്കാരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുക. അത് ചെയ്യുമോ? അല്ലെ, അമ്പലം അടച്ചു കഴിഞ്ഞാൽ അവർ പോവും. അപ്പോൾ 6-ാം തീയതി ഉച്ചയ്ക്ക് സപ്താഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷവും ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. വന്ന കർമ്മം കഴിഞ്ഞാൽ പോണം. അപ്പൊ എവിടുന്നാണ് വന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണത്, എങ്ങനെയാണ് പോണത്? ആര്? നമ്മൾ തന്നെ. നമ്മളിത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും എവിടുന്ന് വന്നു, എന്തൊക്കെ ചെയ്യണു, ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്, എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റണു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വിചാരിച്ച ചെയ്യാൻ പറ്റണില്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കും, ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കും മുഴുവൻ ഉത്തരമാണ് ഭാഗവതം. 5 മണിക്കൂർ പാരായണവും 5 മണിക്കൂർ പ്രഭാഷണവുമായിട്ടാണ് 6 ദിവസം, സപ്താഹത്തിന്റെ 6 ദിവസം. 7-ാം ദിവസം ഉച്ചവരെ, ഉച്ചയാകുമ്പോഴേക്കും സമർപ്പിക്കും. ഏതാണ്ട് 32 മണിക്കൂറോളം പ്രഭാഷണം ഉണ്ടാവും ആ ഒരു യജ്ഞത്തില്, ഓരോ യജ്ഞത്തിലും. കാരണം ഭാഗവത കഥകളാണ് നമുക്ക് കേൾക്കേണ്ടത്. ഭാഗവതം പാരായണം ചെയ്ത് എന്താണ് വായിച്ചത്, സംസ്കൃതമാണ്, വേദവ്യാസ മഹർഷി എഴുതിയ അതേ ശ്ലോകങ്ങളാണ് വായിച്ച് ഇടയ്ക്ക് അതിന്റെ സാരം കഥയായിട്ട് പറഞ്ഞു തരും. നമുക്ക് കുറച്ച് പാരായണം ചെയ്യാം. 8 മണി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രഭാഷണം ആയിട്ട് കേൾക്കുകയും ചെയ്യാം. ഹരിശ്രീ ഗണപതേ നമഃ. ജന്മാദ്യസ്യ ത്വന്വയാദിചരതശ്ച അർത്ഥേഷു വിജ്ഞസ്വരാർത്ഥേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാമരേരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധചത്ര ഗതഭി ശ്രോസുഭിസ്തക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാൽ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂവിഭാവുകാൻ. നൈമിഷേണ നിമിഷക്ഷേത്രേ ഋഷയശൗനകാതേക സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാ സദാ തേകദാതു മുനയ പ്രാദുർഹോദാത്മയാ സൽകൃതം സൂതമാസീനം പ്രചുരിതമാദരാൽ. ഋഷയാ ഊചൂ ത്വയാകല പുരാണാനി സേതിഹാസായ ചാനഘ ആഖ്യാതാന്യപരീധാനി ധർമ്മശാസ്ത്രാണി യാന്വിത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യജമുനയസൂത പരാവരവിദോ വിദു. വേദത്വം സൗമ്യതൽ സർവം തത്വതസ്വതനുഗ്രഹാൽ ഗുരുയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ മുഖ്യമപ്യുത. തത്രായുഷ്മൻ ഭവതായ വിനിശ്ചിതം പുംസം ഏകാന്തശ്രേയസ്തന്നശംസിതുമർഹസി. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഭിവദ്രുതാ. ഭൂരീനി ഭൂരി കർമാണി ശ്രോതവ്യാനി ഭാഗശ അദസാതോത്രേൽസാരം സമുദ്രത്തമനീഷയാ. ബ്രൂഹിന ശതദാനാനാം ഏനാത്മാ സംപ്രസീതതി. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സത്തതാംബരി ദേവക്യം വസുദേവസ്യ ജാതോ യസ്സജീകൃഷ്ണയ. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗാനി വർണ്ണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച ആവരണ സംസൃതിം ഘോരം എന്നാമുവിശോ ഗൃണൻ. തതസത്യ വിമുച്യത യദ്വിവേദി സ്വയം ഭയം. എൽപാദ സംശ്രയാസൂതാ പ്രശമാ മുനയ പ്രശമായണ സദ്യ പുനന്തു ഭദ്രഷ്ടാ സദ്യുന്യാപൂർണസേവയാ പോവാ ഭഗവത സ്വസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശക്കലിമലാവഹം. തസ്യ കർമാണിദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹിന ശതദാനാനാം ലീലയാ ദധക്കലാം. അദാഖ്യ ഹി ഹരേർധീമൻ അവതാരകഥാശുമാ ലീലാവതസ്വൈരമീശ്വരസ്യ തമായ. വയം ത്വവിദ്രപ്യാമ ഉത്തമശ്ലോകക്രമേ എളിശൃണുതം രസജ്ഞാനാം സ്വാദു പദേ പദേ. ഭഗവാൻ കിലർവീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേ ഇത്യസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. ത്വം ന സന്ദർശിതോദാത്ര ദുസ്തരം നിസ്തുതിഹൃതാം കൈം സത്വഹരം പുംസം കർണധാര ഇവാർണവം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മേ സ്വാം കാഷ്ടം അധുനോപേദേ ധർമ്മക്കം ശരണം ഗതാ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യസംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷോപാഖ്യാനെ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ ദ്വിതീയോധ്യായ വ്യാസോവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം ലോമഹർണി പ്രതിപൂജവചസ്തേഷാം പ്രവക്തൂപചക്രമേ. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതോപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിർഷതാം തമോന്ധം
സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനോപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ദൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് മുനേ സാധുപുഷ്പോഹം ഭവദ്ഭിർലോകമംഗളം ഏകൃത കൃഷ്ണസംപ്രശ്നവീനാത്മാസു പ്രസീതതി സവൈകുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജ അഹൈതുക്യ അപ്രതിഹത ഏയാത്മാ സംപ്രസീതതി വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം ചൈതഹൈതുകം ധർമ്മസുനുഷ്ഠിത പുംസം വിശ്വസേന കഥാസൂയാനോൽപാതയെ യതിരിം ശ്രമ ഏവ ഹി കേവലം ധർമ്മസ്യ ഹി അപവർഗസ്യ നാർത്ഥോ അർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത കാമസനേന്ദ്രിയപ്രീതിർലാഭോ ജീവിതയാപദാ ജീവസത്വ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭി വദന്തി തത്വത്വസത്വം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ തശ്രദ്ധാനാമനയോ ജ്ഞാനവൈരാഗ്യോപതയാ പശ്യന്തി ആത്മനിജാത്മാനം ഭക്തിയാശ്രുതഗൃഹീതയാ അത പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശാസുരക്ഷിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം തസ്മാത് ഏകേന മനസാ ഭഗവാൻ സപ്താംബദീശ്വരദ്വ്യകീർത്തിദ്രവ്യശ്ച ധ്യേയപൂജ്യശ്ച നിത്യത യജ്ഞോദ്യാസനായുക്ത കർമ്മഗ്രതിനിബന്ധനം ചിന്തന്തി കോവിദാസസ്യ കോന കുര്യാൽ കഥാരതിം ശുശ്രൂഷോ ശബ്ദദാനസ്യ വാസുദേവ കഥാരുയസ്യ അന്മഹൽസേവയാ വിപ്ര പുണ്യതീർത്ഥനിഷേവണാത് ശൃണുതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദയന്തസ്തോഹ്യമുദ്രാണി വിധിനോതി സൂർവ സദാം നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ തദാർജസമോഭാവ കാമലോഭാദേശ്ച യേ ചരയതേരനാവിദ്ധം ദർശിതം സത്വേ പ്രസീദതി एवं प्रसन्नमनसो भगवत् भक्तियोगदा भगवत्तत्त्वविज्ञानं मुक्तसङ्गस्य जायते विद्यते हृदये ग्रन्थे चिद्यते सर्वसंशया क्षीयन्ते च अस्य कर्माणि दृष्टा एवाल्पनीश्वरे अतो वै कवयो नित्यं भक्तिं परमया मुदा वासुदेवे भगवती कुर्वन्त्यात्मप्रसादनीं सप्तमरजसम् इति प्रकृते गुणास्तैरुक्तपरपुरुष एकयासि दत्ते सिद्ध्यादे हरिविरिञ्चि हरिधज्ञाश्रयांसि तत्र खलु तत्त्वा श्रेयांसि तत्र खलु सप्तधनोर्गणां स्युः पार्थिवाल्लारणधूमसस्मादग्निश्रयीमया कमस्तुरजसस्माल् सप्तमेल् ब्रह्मदर्शनम् वेजयमुनियोधाग्रे भगवन्तं दोक्षजं सप्तं विशुद्धं क्षेमाय कल्पन्ते यन्तानिह मोक्षभोगवररूपान् हित्वा बोधवतीर्थ नारायणकलाशान्त भजन्ति ह्यनसूयव रजसमप्रकृते संशील भजन्ति वै पितृभूता प्रजेशादीन् श्री ऐश्वर्य प्रजेत्सवा वासुदेवकथा वेदा वासुदेवपरामघ वासुदेवपरायोग वासुदेवपरा क्रिया वासुदेवपरज्ञानं वासुदेवपरं तपः वासुदेवपरो धर्मो वासुदेवपरागति स एवेदं स्वर्जाग्रे भगवानत्माया सदसद्रूपया च सुगुणमय्या गुणो विभो तया विलसदेषु गुणेषु गुणवानिव अन्तःप्रविष्टा अभादिविज्ञानेन विजृम्भिता यथा शैवहितवन्निर्दायुषेक स्वयोनिषु नानेव भादिष्वात्मा भूतेषु च तथा पुमान् असौ गुणमयैर्भावैर्भूतोक्ष्मेन्द्रियात्मभिः सुमद्मितेषु निर्विष्टो भुक्तते भूतेषु तद्गुणान् भावेत्येषा तत्त्वेन सत्त्वेन लोकान् वै लोकभावना लीलावतारानिर्दो देवजय्यङ्गरादिषु इति श्रीमद्भागवते महापुराणे पारमहंस्ये संहितायां प्रथमस्कन्धे नैमिषोपाख्याने द्वितीयोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्द गोविन्द